മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് അധ്യാപക ദിനമാണ്. അനവധി കാലം അവർ ട്യൂട്ടോറിയൽ കോളേജിലും പിന്നെ എറണാകുളത്തെ കൊച്ചിൻ കോളേജിലും മറ്റ് പല ട്യൂഷൻ സെൻ്ററുകളിലും എൻ്റെ തന്നെ സ്വന്തം ട്യൂട്ടോറിയൽ കോളേജിലുമെല്ലാം പഠിപ്പിച്ചിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും പിന്നീട് നൂറുകണക്കിന് സ്കൂളുകളിലും കോളേജുകളിലും ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടിയതിൻ്റെ വെളിച്ചത്തിലും ഞാൻ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു ത്യാഗപൂർണമായ സംതൃപ്തി നൽകുന്ന ഒരു കർമ്മമാണ്, ധന്യമായ ഒരു കർമ്മമാണ് പഠിക്കുക, പഠിപ്പിക്കുക എന്നുള്ളത്. ഇന്നും ഞാൻ ഏത് ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തുമ്പോഴും ഏത് സ്ഥാപനത്തിലോ ഏത് വ്യാവസായിക സംരംഭത്തിലോ ക്ലാസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഏത് കോളേജിലും മറ്റ് സ്ഥാപനങ്ങളിലും ക്ലാസ് എടുക്കുമ്പോഴും പണ്ടത്തെ പോലെ പ്രസംഗിക്കുകയല്ല പതിവ്, പഠിപ്പിക്കുകയാണ് പതിവ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോയിന്റുകൾ ക്രമീകരിച്ച് ഒന്നിനു ശേഷം അടുത്തത് എന്നുള്ള രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എങ്ങനെ ക്ലാസ് എടുക്കണം എന്ന് പറയാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ന് അധ്യാപക ദിനത്തിൽ എല്ലാവരോടും പറയുന്നു, എല്ലാവരും വിദ്യാർത്ഥികളാണ് ഈ ലോകത്തിൽ, എല്ലാവരും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അധ്യാപകരുമാണ് ഈ ലോകത്തിൽ. ഓരോ ചെടിയും ഓരോ മൃഗവും ഓരോ ജന്തുവും വായുവും മഴയും മേഘങ്ങളും ഭൂമിയും ഈ പ്രകൃതിയിലെ സർവചരാചരങ്ങളും മനുഷ്യന് അറിവ് തരുന്നതാണ്. ആ നേച്ചറിൻ്റെ ബുക്ക് തുറക്കാത്തിടത്തോളം കാലം നിങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള പുസ്തകം തുറന്നിട്ടില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ പറയാറുണ്ട്. ഒരു ടീച്ചർ എന്നും സ്റ്റുഡൻ്റാണ്, ഒരു സ്റ്റുഡൻ്റ് എന്നും സ്റ്റുഡൻ്റ് ആയിരിക്കണമെന്നില്ല. ഒരു ടീച്ചറിനെ എന്നും സ്റ്റുഡൻ്റ് ഓർമ്മിക്കും, ഒരു സ്റ്റുഡൻറ്റിനെ എന്നും ടീച്ചർ ഓർമ്മിക്കണം എന്നില്ല. ഒരു ടീച്ചറിൽ നിന്ന് സ്റ്റുഡൻറ്റിന് ലഭിക്കുന്ന തിന്മ നിറഞ്ഞ അനുഭവങ്ങൾ എന്നും ആ സ്റ്റുഡൻ്റ് ഓർമ്മിക്കും, അതേസമയത്ത് ടീച്ചർ ഓർമ്മിക്കണമെന്നില്ല. ഒരു ടീച്ചർ എന്നും പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവിലും വിദ്യാർത്ഥികൾക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പാലം പോലെയാണ്. ടീച്ചർ ആദ്യം പഠിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം, നല്ല രസകരമായ രീതിയിൽ പഠിപ്പിക്കണം, വ്യത്യസ്ത ഭാഷകൾ ഉപയോഗിച്ച് പഠിപ്പിക്കണം. ആ പഠിപ്പിക്കുന്നതിനിടയ്ക്ക് കുറേ കഥകൾ ഉണ്ടാവണം, അനുഭവങ്ങൾ ഉണ്ടാവണം, കൊട്ടേഷൻസ് ഉണ്ടാവണം, ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവണം. വളരെ രസകരമായ രീതിയിൽ പഠിപ്പിക്കണം, പഠിപ്പിച്ച കാര്യങ്ങൾ ആവർത്തിക്കണം, കുട്ടികൾക്ക് മനസ്സിലായോ എന്ന് പരിശോധിക്കണം. കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. എല്ലാ അറിവും ഒരു ടീച്ചർക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് സ്റ്റുഡൻസിനോട് പറയണം. അതുപോലെ തന്നെ ദ സ്റ്റുഡൻസ് കാൽഭാഗം അറിവ് തന്നെത്താനെ അവർ തന്നെ ഉണ്ടാക്കണമെന്ന് പറയണം. മൂന്നാമത്തെ കാൽഭാഗം അറിവ് മറ്റുള്ളവരിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും പഠിക്കണമെന്ന് പറയണം. അവസാനത്തെ കാൽഭാഗം അറിവ് പുസ്തകത്തിൽ നിന്നോ സ്കൂളിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ലഭിക്കില്ല. ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിലാണ് കുറേ കാര്യങ്ങൾ ചേർക്കേണ്ടി വരും, അഡീഷൻ നടത്തണം. പഠിച്ച കുറേ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും, ആ ഡിലീറ്റ് ചെയ്യുന്ന സ്ഥാനത്ത് പുതിയത് ചേർക്കണം. കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടി വരും, കുറേ കാര്യങ്ങൾ വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും എന്നും ചെയ്യണം. ഏതൊരു ടീച്ചറും ഏതൊരു വിദ്യാർത്ഥിയും ഓർമ്മിക്കുക, നിരന്തര കാര്യങ്ങൾ കേൾക്കണം. ആര് പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിലും അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മദ്യപാനിയോ വൃദ്ധനോ ഒരു രോഗിയോ ഒരു ബാലനോ ആര് പറഞ്ഞാലും അതിൽ നിന്ന് ധാരാളം അറിവെടുക്കാനുണ്ടെന്ന് അർത്ഥശാസ്ത്രം എഴുതിയ ചാണക്യൻ പറയാറുണ്ട്.
അതുകൊണ്ട് ലിസണിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് ലിസണിങ്, സ്വയം കേൾക്കുക, മറ്റുള്ളവരെ കേൾപ്പിക്കുക. അതുപോലെ സ്വയം കാണുക, മറ്റുള്ളവരെ കാണാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. സ്വയം ചർച്ച ചെയ്യുക, മറ്റുള്ളവരെ ചർച്ച ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. സ്വയം ചിന്തിക്കുക, മറ്റുള്ളവരെ ചിന്തിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ്, അതിൽ നിന്ന് നന്മകളെടുത്ത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് ഒരു ടീച്ചർ ചെയ്യേണ്ടതും ടീച്ചർ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിക്കേണ്ടതും. എന്താ കേൾക്കേണ്ടത്, എന്താ കാണേണ്ടത്? നന്മ നിറഞ്ഞ കഥകൾ, സന്ദേശങ്ങളുള്ള കഥകൾ കേൾക്കുക. അതേപോലെ പ്രഗത്ഭരായ വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുക. പ്രഗത്ഭരായ വ്യക്തികൾ ജീവിതത്തിൽ പകർത്തിയത് ഉപദേശ രൂപത്തിൽ നമുക്ക് നൽകുന്നത്, ആ അഡ്വൈസും ഗൈഡൻസും കേൾക്കുക. ജീവിതത്തിൽ നമ്മൾ ആരും പെർമനന്റ് അല്ല. ഇവിടേക്ക് വന്ന ദിവസമുണ്ടെങ്കിൽ ഇവിടുന്ന് പോകുന്ന ദിവസമുണ്ട്. ലാഭമുണ്ടെങ്കിൽ നഷ്ടമുണ്ട്, ചിരിയുണ്ടെങ്കിൽ കരച്ചിലുണ്ട്, വരവുണ്ടെങ്കിൽ പോക്കുണ്ട്, നല്ലത് പറയുന്നവരുണ്ടെങ്കിൽ ചീത്ത പറയുന്നവരുമുണ്ട്, ശത്രുക്കളുണ്ടെങ്കിൽ മിത്രങ്ങളുണ്ട്, മിത്രങ്ങളുണ്ടെങ്കിൽ ശത്രുക്കളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം, സൂര്യൻ ഉദയമുണ്ടെങ്കിൽ അസ്തമയമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള സത്യമാണ്. അത് നമ്മൾ അറിയണം, അത് വിദ്യാർത്ഥികളെ കേൾപ്പിക്കണം, നല്ല സിനിമകൾ കാണിക്കണം. ഡിസ്കവറി ചാനല്, നാഷണൽ ജിയോഗ്രഫി ചാനല്, അനിമൽ പ്ലാനറ്റ് ചാനല്, ഹിസ്റ്ററി ചാനല്, ഇതിൽ നിന്നെല്ലാം ധാരാളം കാര്യങ്ങൾ, ലോകത്തിൽ ഒരിടത്ത് നിന്നും കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. വെക്ടർ ചാനലുണ്ട്. അതുപോലെയുള്ള അക്കാഡമിക് പ്രോഗ്രാം ഓറിയന്റഡ് ചാനലുകളിൽ കുറച്ചെങ്കിലും സമയം ചെലവഴിക്കാനായിട്ട് വിദ്യാർത്ഥികളോട് പറയണം. നല്ല രീതിയിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിവുള്ള മാതാപിതാക്കൾ അതുപയോഗിച്ച് എങ്ങനെയാണ് അറിവ് അവർ നേടേണ്ടതെന്നും വിദ്യാർത്ഥികൾക്ക് നേടേണ്ടതെന്നും പറഞ്ഞു കൊടുക്കണം. അതിന് ടീച്ചേഴ്സ് മാതൃകാപരമായി പ്രവർത്തിക്കുകയും വേണം. ഇന്റർനെറ്റും മൊബൈൽ ഫോണും എല്ലാം ആധുനിക സംവിധാനങ്ങൾ നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം, ചീത്ത കാര്യങ്ങൾക്കും ഉപയോഗിക്കാം എന്നുള്ളത് തിരിച്ചറിയണം. വളരെ വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കാനുള്ള വിഷയങ്ങളെ നാലാക്കി തിരിക്കണം. ഒന്ന് ജനറൽ നോളജ്, അത് കുറച്ചെങ്കിലും എല്ലാ ക്ലാസ്സിലും പറഞ്ഞു കൊടുക്കണം. കുറച്ചെങ്കിലും GK ജനറൽ നോളജ് പറഞ്ഞു കൊടുക്കണം. കുറച്ചെങ്കിലും വാല്യൂ ബേസ്ഡ് നോളജ് പറഞ്ഞു കൊടുക്കണം. എന്താ വാല്യൂ ബേസ്ഡ് നോളജ് എന്ന് പറയുന്നത്? മനസ്സിന് സന്തോഷം തോന്നിക്കുന്ന അറിവ്, ശരീരത്തിന് ആരോഗ്യം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള അറിവ്, കുടുംബ ബന്ധം ഭദ്രമാക്കുന്നതിനുള്ള അറിവ്, സമൂഹത്തിൽ നന്മ ചെയ്യുന്നവർ, വേദനിക്കുന്നവര്, വിശക്കുന്നവര്, അനാഥര്, വൃദ്ധര്, രോഗികൾക്ക് നന്മ വരുത്തുന്ന അറിവുകൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ പൈതൃകത്തിൻ്റെ 10,000 വർഷം പാരമ്പര്യമുള്ള ഈ ഭാരതത്തിലെ അറിവിൻ്റെതായിട്ടുള്ള ആ പൈതൃക അറിവിൻ്റെ അറിവ് വിദ്യാർത്ഥികൾ കൊടുക്കണം. അപ്പൊ ജനറൽ നോളജ് കൊടുക്കണം, വാല്യൂ ബേസ്ഡ് നോളജ് കൊടുക്കണം, ഹെറിറ്റേജ് നോളജ് കൊടുക്കണം. പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, മോഡേൺ നോളജ് സിലബസ് ബേസ്ഡ് ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവും. അത് പുറത്തന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ മോഡേൺ നോളജാണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. കാരണം വിദ്യാർത്ഥികൾ ഗ്രേറ്റ് ആവണമെങ്കിൽ മോഡേൺ നോളജാണ് വേണ്ടത്. ഗുഡ് ആവണമെങ്കിൽ വാല്യൂ ബേസ്ഡ് നോളജാണ് വേണ്ടത്. ഞാൻ ഇന്നും ഞങ്ങളുടെ സ്കൂളിൽ, ഞങ്ങൾക്കൊരു സ്കൂളുണ്ട്, ഭാരതീയ വിദ്യാവിഹാർ, 1150 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ സ്കൂളാണ്. CBSE ബേസ്ഡ് സ്കൂളാണ്. എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 1 മണി മുതൽക്ക് 1:20 വരെ ടെലിഫോണിലൂടെ തിരുവനന്തപുരത്തിരുന്ന്, അല്ലെങ്കിൽ ഭാരതത്തിലെ എവിടെയാണെങ്കിലും വിരോധമില്ല, അവിടെ ഇരുന്ന് മൊബൈൽ ഫോണിലേക്ക് മഴുവഞ്ചേരി, കേച്ചേരിക്കടുത്ത്, തൃശ്ശൂർ ഗുരുവായൂർ റൂട്ടില് കേച്ചേരിക്കടുത്തുള്ള മഴുവഞ്ചേരി എന്ന സ്ഥലത്ത് ഉള്ള ഞങ്ങളുടെ സ്കൂളിലേക്ക് നമ്മുടെ ടീച്ചേഴ്സിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിക്കും. ആ ടീച്ചേഴ്സ് മൊബൈൽ ഫോൺ അതിന്റെ വലതുവശത്ത് മുകളിൽ ലൗഡ് സ്പീക്കർ എന്നൊരു കീ ഉണ്ട്. ആ കീ പ്രസ് ചെയ്തിട്ട് മൈക്കിന്റെ അടിയിൽ വെച്ച് കൊടുക്കും. 40 ക്ലാസ് റൂമുകളിലും മൈക്ക് സെറ്റ് ഉണ്ട്, ലൗഡ് സ്പീക്കർ ഉള്ളതുകൊണ്ട് ഈ മൊബൈൽ ഫോണിൽ പറയുന്ന കാര്യങ്ങൾ ഉറക്കെ നമ്മൾ സംസാരിക്കുന്ന മാതിരി മൈക്കിലൂടെ കേട്ട് അത് 1100 കുട്ടികൾക്കും എല്ലാ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ക്ലാസ്സിലൂടെ എത്തിക്കാറുണ്ട്. അതേ ദിവസങ്ങളിൽ 3:40 മുതൽക്ക് 4:15 വരെ
ടീച്ചേഴ്സിനും ക്ലാസ് എടുക്കാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞതൊരു വലിയ കാര്യം ചെയ്യുന്നതായിട്ട് പറഞ്ഞതല്ല. അവനവന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഇത്രയും വലിയ കാര്യമാണോ എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ അയാൾക്കും കൂടി ചേർത്തൊരു ഉത്തരം പറയാം. ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് കൊണ്ടും ആ ഡയറക്ഷനിലൂടെ ടീച്ചേഴ്സിനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നത് കൊണ്ടും മോഡേൺ നോളജ്, ഹെറിറ്റേജ് നോളജ്, ജനറൽ നോളജ്, വാല്യൂ ബേസ്ഡ് നോളജിലൂടെ ക്ലാസ് എടുപ്പിക്കുന്നതുകൊണ്ട് സ്റ്റുഡൻസിൽ കാണുന്ന അസാധാരണമായ മാറ്റം ടാഞ്ചിബിൾ പാരാമീറ്ററിലൂടെ അവരുടെ അച്ചടക്കം, അവരുടെ കൃത്യനിഷ്ഠ, അവരുടെ സംസാര രീതി, അവരുടെ മുഖഭാവം, അവരുടെ പെരുമാറ്റം, അവർ ടീച്ചേഴ്സിനോട് പെരുമാറുന്നത്, തുറന്ന മനസ്സ്, വാശിയില്ല, പകയില്ല, വഴക്കില്ല, കോമ്പറ്റീഷനില്ല, ഇങ്ങനെയുള്ള നല്ല കുറേ കാര്യങ്ങൾ നിരന്തരം അവരെ കേൾപ്പിക്കുന്നു, അവരെ കാണിപ്പിക്കുന്നു, അവരെ ചർച്ച ചെയ്യിപ്പിക്കുന്നു, അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നു, അവരെ അറിയിക്കുന്നു. അത് യഥാർത്ഥത്തിൽ വളരെ നല്ല ഇഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. 1 വർഷമായി 2 വർഷമായിട്ട് ഇത് തുടരുന്നു. 1 വർഷം വളരെ സ്ട്രോങ് ആയിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്തപ്പോൾ അടിമുടി മാറ്റം. ഏത് വിദ്യാർത്ഥിയെയും കറക്റ്റ് ചെയ്യാനും ഏത് ഗ്രൂപ്പിനെയും കറക്റ്റ് വഴിയിലൂടെ നടത്താനും എല്ലാം സാധിക്കുന്നു എന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവണം. അധ്യാപകര് എന്ന വാക്കിന്റെ അർത്ഥം ടീച്ചേഴ്സ്, ദോസ് ഹു ആർ ടീച്ചിങ്. വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ മനസ്സിലാകുന്ന വിധത്തിൽ പഠിപ്പിക്കാൻ പാകത്തിന് നമ്മൾ ഉയരണം. നമ്മൾ ഉയരാതെ വിദ്യാർത്ഥികളെ എങ്ങനെയാ ഉയർത്താൻ സാധിക്കുക? അതുകൊണ്ട് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ ശ്രമിക്കണം. ആ ക്ലാസ്സിനകത്ത് ഓരോ 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ക്ലാസ്സിലും ഒരു ചെറിയ കഥ ഉണ്ടാവണം. കഥ പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ഉപദേശം അതിനകത്ത് ഉണ്ടാവണം. അപ്പൊ കഥയില്ലെങ്കിൽ ഉപദേശം, അല്ലെങ്കിൽ ജീവിത സത്യം, അല്ലെങ്കിൽ അന്ന് അവർ കണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനുഭവം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വാർത്ത, ഏതെങ്കിലും വിധത്തിലുള്ള നല്ല കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവണം. 1-2 കൊട്ടേഷൻസ് ഉണ്ടാവണം, ഉദ്ധരണികൾ ഉണ്ടാവും. ചെറിയ കൊട്ടേഷൻ മതി, ഇംഗ്ലീഷിലോ മലയാളത്തിലോ സംസ്കൃതത്തിലോ ഏതായാലും വിരോധമില്ല. 1-2 പഴഞ്ചൊല്ലുകൾ ഉണ്ടാവണം. നല്ല രസമാണ്. അപ്പൊ ക്ലാസ്സിൽ ഒരേ രീതിയിൽ പറഞ്ഞുകൊണ്ട് പോകുകയല്ല, വിഭവ സമൃദ്ധമായ ഒരു സദ്യ പോലെ ആയിരിക്കണം ക്ലാസ്. ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഭക്ഷണം ചോറാണെങ്കിൽ ചോറ് മാത്രം തിന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ പോരാ. ചോറിന്റെ കൂട്ടത്തില് സാമ്പാർ മാത്രം പോരെ എന്ന് ചോദിച്ചാൽ അതും പോരാ. അപ്പൊ ചോറും സാമ്പാറും ഒരു തോരനും പോരെ എന്ന് ചോദിച്ചാൽ അതും പോരാ. പിക്കിൾസ് വേണം, പപ്പടം വേണം, പായസം വേണം, പരിപ്പ് വേണം. എന്തിനാ ഇത്? സദ്യ ഒരു 10, 22, 23 ഉരുളകളാണ് ജനറലി ഒരാൾ ഭക്ഷണത്തിൽ കഴിക്കുക. ഒരു ഉരുള ചോറ് ഏതാണ്ട് 4 സെക്കൻഡ് സമയമാണ്, പരമാവധി 4 സെക്കൻഡ് സമയമാണ് നാക്കിൽ നിൽക്കുക. ഇപ്പൊ 20 ഉരുള ചോറ് കഴിക്കുന്ന വ്യക്തിയുടെ നാക്കില് ആ ചോറ് 80 സെക്കൻഡാണ് നിൽക്കുക. അതായത് ഏതാണ്ട് 1.5 മിനിറ്റ് സമയം. 1.5 മിനിറ്റ്. ആ 1.5 മിനിറ്റിന് വേണ്ടിയിട്ടാണ് 8-10 മണിക്കൂർ ഈ വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ഓർമ്മിക്കാം. അപ്പൊ നമ്മളുടെ ക്ലാസ്സില് ഓരോ ക്ലാസ്സും ഒരു വിഭവ സമൃദ്ധമായ സദ്യ പോലെയാണ്. അതിൽ മോഡേൺ നോളജ് ഉണ്ടാവണം, പോയ ഉണ്ടാവണം, ഒരു കഥ ഉണ്ടാവണം, അനുഭവം ഉണ്ടാവണം, പഴഞ്ചൊല്ലികൾ ഉണ്ടാവണം. നല്ല ചിരിച്ച മുഖത്തോടു കൂടി ഒരു ക്ലാസ്സിൽ ടീച്ചേഴ്സ് വരികയാണെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ മുഖത്ത് ആകെപ്പാടുകൂടിയുള്ള ഭാവമാറ്റം കാണാൻ സാധിക്കും. ഒരു ടീച്ചർ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് 25 അടി റേഡിയസിൽ അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാ പറയാം. ഒരുപക്ഷെ അതായിരിക്കാം CBSE അപ്രൂവ് ചെയ്യുമ്പോൾ ക്ലാസ് റൂമിന്റെ നീളവും വീതിയും 25 അടി എന്ന് പറയാറുണ്ട്. അപ്പോ ആ 25 അടി ദൂരത്തേക്ക് ആ ടീച്ചറിന്റെ സ്വാധീനമുണ്ട്, പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ. അപ്പൊ ആ ടീച്ചറിന്റെ മുഖഭാവം, മാനസികാവസ്ഥ, പെരുമാറ്റം, ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം സ്റ്റുഡൻസിനെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഒരു സ്റ്റുഡൻറ്റിനെയും ഇൻസൾട്ട് ചെയ്യരുത്, തമാശ പോലും അവഹേളിക്കുന്ന രീതിയിൽ പറയരുത്. ഒരു വിദ്യാർത്ഥിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ കുട്ടിയെ കുറെ ഫേവർ ചെയ്യുന്നു എന്ന് തോന്നലുണ്ടാവരുത്. ഒരു കുട്ടിയോട് ടീച്ചർക്ക് കൂടുതൽ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ എതിർപ്പുണ്ട്, അല്ലെങ്കിൽ വെറുപ്പുണ്ട് എന്ന് തോന്നുന്ന യാതൊന്നും സംഭവിക്കരുത്. ഒരു സ്റ്റുഡൻറ്റിനോട് എന്തെങ്കിലും പറയാനുണ്ട്, തെറ്റായിട്ടുള്ള രീതിയിൽ വിമർശിക്കാനുണ്ടെങ്കിൽ
ടീച്ചേഴ്സ് റൂമിൽ പോയിട്ട് മറ്റ് ടീച്ചേഴ്സ് കേൾക്കാത്ത വിധത്തിൽ ആ കുട്ടിയെ കറക്റ്റ് ചെയ്യണം. ഏത് വിമർശനവും കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആവണം, ഡെനിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആവരുത്, അവഹേളിക്കാൻ വേണ്ടി ആവരുത്. അതേപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും പരസ്പരം മറ്റ് ടീച്ചേഴ്സിൻ്റെ നന്മകൾ കണ്ടും കേട്ടും പഠിക്കണം. ഇപ്പോൾ നല്ല രീതിയിൽ വാർത്ത വായിക്കുന്ന വ്യക്തികളുണ്ട് ടി വിയിൽ. അവരെങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് നോക്കുക, അവരെങ്ങനെയാ ഫേഷ്യൽ എക്സ്പ്രഷൻ വെക്കുന്നതെന്ന് നോക്കുക, അവരെങ്ങനെയാ പഠിപ്പിക്കുക, അവരുടെ വാക്കുകൾ എങ്ങനെയാ നമുക്ക് മനസ്സിലാവാം. നല്ല ടീച്ചേഴ്സ് എങ്ങനെയാ പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കുക. അപ്പം ഇതെല്ലാം നമ്മൾ ഡെയിലി ഇമ്പ്രൂവ് ചെയ്യണം. ഓരോ ടീച്ചറും ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്ക് ഇമ്പ്രൂവ് ചെയ്യണം, ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്ക് ഇമ്പ്രൂവ് ചെയ്യണം. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന ധാരണ ഒരിക്കലും പാടില്ല. ടീച്ചർ പറയുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ സ്റ്റുഡൻസും അതേപോലെ പറഞ്ഞു എന്ന് വിചാരിക്കാം, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? വളരെ മോശമായിരിക്കില്ലേ? മാത്രമല്ല ഒന്നുകൂടി ഓർമ്മിക്കാം, ലോവർ യുവർ പൊസിഷൻ ഹയർ ഈസ് യുവർ ഫ്രീഡം. നിങ്ങൾ താഴ്ന്ന നിലവാരത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യമുണ്ട്. ഒരു പ്യൂണിന്, ഒരു ആയക്ക്, ഒരു സർവന്റിന് ഏത് രീതിയിൽ പെരുമാറാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു പ്രിൻസിപ്പാൾക്ക്, ഒരു ഡയറക്ടർക്ക്, ഒരു മാനേജർക്ക് അതേപോലെ പെരുമാറാൻ സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് സ്റ്റുഡൻസിന് ബിഹേവ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്, മിസ്ബിഹേവ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. ടീച്ചേഴ്സിന് മിസ്ബിഹേവ് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. ഒരു ടീച്ചർക്ക് ഒരു സ്ഥാപനത്തിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ അത് മറ്റുള്ളവർക്ക് ഡിസപ്പോയിന്റ്മെന്റ് ആവരുത് എന്ന് ഞാൻ പറയാറുണ്ട്. ഒരാൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് മറ്റുള്ളവർക്ക് ഡിസപ്പോയിന്റ്മെന്റ് ആവരുത്, ആ സ്ഥാപനത്തിന് ഡിസപ്പോയിന്റ്മെന്റ് ആവരുത്. ഇന്ന് ധാരാളം സ്കൂളുകളുണ്ട്, ഇന്ന് ധാരാളം ടീച്ചേഴ്സും ഉണ്ട്, ഇന്ന് ധാരാളം സൗകര്യങ്ങളുമുണ്ട്. അങ്ങനെ എല്ലാ നന്മകളും ഒത്തുതികഞ്ഞ ഒരു ലോകത്തിൽ ഒരു ടീച്ചർ നല്ല എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടോട് കൂടി ആ ക്ലാസ് എടുക്കാൻ വരുന്നത്, BEd MEmEntum ഒക്കെ എടുത്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അവർക്ക് എങ്ങനെയാ ക്ലാസ് എടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർ നിരന്തരം ഇംപ്രൂവ്ഡ് ആവണം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നല്ലോണം സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യണം. കഴിഞ്ഞ വർഷം പ്രിപ്പയർ ചെയ്തത് കൊണ്ട് ഈ വർഷം പ്രിപ്പയർ ചെയ്യണ്ട എന്നുള്ളത് ശരിയല്ല. സെക്രട്ടേറിയറ്റിൽ ഫയൽ നോക്കുന്ന മാതിരി അല്ല വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യേണ്ടത്. എല്ലാ ക്ലാസ്സിലെ വിദ്യാർത്ഥികളും ഒരേപോലെ ആവില്ല. ഒരു ദിവസം പലപ്പോഴും ഒരു ടീച്ചർക്ക് 5 മണിക്കൂറോ 6 മണിക്കൂറോ ക്ലാസ് ഉണ്ടാവും. അത് ചിലപ്പോൾ 7ാം ക്ലാസ്സിലെ ക്ലാസ് ആയിരിക്കും, ചിലപ്പോൾ 10ലെ ആയിരിക്കും, ചിലപ്പോൾ 6ലെ ആയിരിക്കും. 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മാതിരി 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന മാതിരി 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രശ്നമുണ്ടാവും. അപ്പോൾ നമ്മുടെ വേവ് ലെങ്ത് മാറണം, അവരുടെ വേവ് ലെങ്ത് അത് ഉള്ളത് തന്നെയാണ്. പിന്നെ ഓർമ്മിക്കുക, വിദ്യാർത്ഥികൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. അവരുടെ അച്ഛനമ്മമാര് റിച്ച് ആയിരിക്കാം, ചിലപ്പോൾ ടൗണിൽ സിറ്റിയിൽ ജീവിക്കുന്നവരായിരിക്കാം, മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധമുള്ളവരായിരിക്കാം, നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പാരൻസ് ആയിരിക്കാം, നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം. ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കുട്ടികളും അതേ ക്ലാസ്സിലുണ്ടാവും. നേരെ എക്സ്ട്രീം എൻഡിലുള്ള മാതാപിതാക്കളുടെ കുട്ടികളെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. ഇനി വിദ്യാർത്ഥികളിൽ തന്നെ അഡോളസെന്റ് പീരീഡ്, അവർ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ബയോകെമിക്കൽ ചേഞ്ചസ്, ഇതെല്ലാം വരുമ്പോൾ ഒരു ടീച്ചർ, പ്രത്യേകിച്ച് ഫീമെയിൽസ്, വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. കാരണം വിദ്യാർത്ഥികൾ വിചാരിച്ചാൽ പോലും ചിലപ്പോൾ അവർക്ക് നിയന്ത്രണം കിട്ടില്ല. അവരുടെ പാരൻസ് എപ്പോഴും അവരുടെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് പാരൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പല കാര്യത്തിലും. പലപ്പോഴും വിദ്യാർത്ഥികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പല കാര്യത്തിലും. ചെറുപ്പം മുതൽക്ക് തന്നെ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടവരെ കൊടുക്കേണ്ടതുപോലെ കൊടുത്തിരുന്നു എങ്കിൽ എടുക്കേണ്ടവരെ എടുക്കുമായിരുന്നു. പലപ്പോഴും അത് സംഭവിക്കണില്ല. അതുകൊണ്ട് പണ്ട് അത് സംഭവിക്കാത്തത് കൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് ടീച്ചേഴ്സിന് കൈകഴുകാനും പറ്റില്ല. അതുകൊണ്ട് എന്നും ഓർമ്മിക്കാനുള്ളത്, കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതും കറക്ഷൻ മുമ്പോട്ട് പോകേണ്ടതും അതാത് ക്ലാസ്സിൽ അതാത് ടീച്ചേഴ്സിലൂടെയാണ്. ക്ലാസ്സിലുള്ള ചെറിയ സില്ലി സിമ്പിൾ കാര്യങ്ങൾ ഒരിക്കലും സീരിയസ് ആയിട്ട് എടുക്കരുത്. അതിനെ ഊതി വീർപ്പിച്ച് വലിയ കാര്യമാക്കരുത്. അതൊരു ഇഷ്യൂ ആക്കരുത്.
നമ്മൾ സ്റ്റുഡൻസിനെ ശാരീരികമായിട്ട് ശിക്ഷിക്കാനുള്ള അവകാശം ഇപ്പം ഇല്ല. ഏത് സ്റ്റുഡൻസിനെതിരെ ആർക്ക് വേണമെങ്കിലും, ഏത് ടീച്ചേഴ്സിനെതിരെ ആർക്കും വേണമെങ്കിലും, ഏത് പാരൻസിൽ നിന്ന് വേണമെങ്കിലും കംപ്ലൈന്റ് വരാം. ആ കംപ്ലൈന്റ് വരുമ്പോൾ എന്നും ഓർമ്മിക്കാനുള്ളത്, ഒരു സ്കൂളിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളിലൂടെയാണ്. വിദ്യാർത്ഥികളില്ലെങ്കിൽ സ്കൂളുകളില്ല. എത്ര ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും വിദ്യാർത്ഥികളില്ലെങ്കിൽ സ്കൂളിന് നിലനിൽക്കാൻ സാധിക്കില്ല. ഇന്ന് ഇഷ്ടംമാതിരി സ്കൂളുകൾ ഉള്ളത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പല ചോയ്സും ഉണ്ട്, എവിടെ വേണമെങ്കിലും അവർക്ക് പോകാം. അപ്പോൾ ഇന്ന് സ്റ്റുഡന്റ് ഓറിയന്റഡ് സ്കൂളുകളാണ്. പണ്ട് സ്കൂൾ ഓറിയന്റഡ് സ്റ്റുഡൻസാണ് ഉള്ളത്. അവർക്ക് ഒരു സ്കൂളേ ഉള്ളൂ, അവിടെ പോകാനേ പറ്റുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, ചുറ്റുപാടും ഇഷ്ടംമാതിരി സ്കൂളുകളുണ്ട്. അവിടെ എല്ലാം പോകാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. എന്ന് വേണമെങ്കിലും ഇവിടുന്ന് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, ഒരു സ്കൂളിന്റെ, ഒരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് മുഴുവനും ആശ്രയിച്ചിരിക്കുന്നത് ടീച്ചേഴ്സിലാണ്. അപ്പൊ ആ ടീച്ചേഴ്സ് എന്നും മോഡേൺ നോളജ് കൊടുത്ത് സ്റ്റുഡൻസിനെ ഗ്രേറ്റ് ആക്കാനും, വാല്യൂ ബേസ്ഡ് നോളജ് കൊടുത്ത് സ്റ്റുഡൻസിനെ ഗുഡ് ആക്കാനും ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ക്ലാസ് എടുക്കണം. എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ ക്ലാസ് എടുക്കണം. ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തിയതായിരിക്കണം. അങ്ങനെ ഉള്ള ടീച്ചേഴ്സിനെയാണ് ശരിക്ക് ആചാര്യന്മാര്, ടീച്ചർ എന്നല്ല പറയാ, മെന്റർ എന്നാ പറയാ, ആചാര്യന്മാര് കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാക്കി അവരെ മാറ്റണം. നിങ്ങൾ മാറണം. ഈ ടീച്ചേഴ്സ് ഡേയില് ഞാൻ എന്നും പറയുന്നു, ഒരു ടീച്ചർ നിരന്തരം 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 ഉയരണം, ഉണരണം, വളരണം. പണ്ടും ഇങ്ങനെയാണ്, ഇപ്പോഴും ഇങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റിഫിക്കേഷൻ ഉള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. എൻ്റെ സ്വഭാവം ഇതാണ്, അതെനിക്ക് മാറ്റാൻ പറ്റില്ല എന്നും പറയാൻ സാധിക്കില്ല. എല്ലാവരും അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ എല്ലാവരും പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇതിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല. പിന്നെ എന്തിനാ ഇത്രയും ആധുനിക സംവിധാനങ്ങൾ? നമ്മൾ നിരന്തരം മാറുന്നില്ലേ? പണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നില്ല, ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് ഇന്റർനെറ്റ് ഉപയോഗിച്ചിരുന്നില്ല, ഇന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല, ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് ഗ്യാസ് ഉപയോഗിച്ചിരുന്നില്ല, വിറക ഉപയോഗിച്ചിരുന്നത്, ഇന്ന് ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റമല്ലേ? ആ മാറ്റം എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്, അതേപോലെയാണ് പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഡെയിലി ഇംപ്രൂവ് ആണ്. ഇന്നലത്തെ പോലെ അല്ല ടീച്ചർ ഇന്ന് ക്ലാസ് എടുത്തത്. കഴിഞ്ഞ വർഷത്തെ ടീച്ചറായേ അല്ല ഇന്ന് ആ ടീച്ചർ നല്ല ടീച്ചറായിട്ട് മാറിയിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നണം. ഓർമ്മിക്കുക, വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം വിദ്യാർത്ഥികൾക്കല്ല, ടീച്ചേഴ്സിനാണ്. വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികളുടെ കുഴപ്പമല്ല, ടീച്ചേഴ്സിന്റെ കുഴപ്പമാണ്. കറക്റ്റായിട്ട് രസകരമായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറിന്റെ ക്ലാസ് നിർത്താൻ പോലും വിദ്യാർത്ഥികൾ പറയില്ല, സാറേ കുറച്ചും കൂടി ക്ലാസ് എടുക്കണം, ഞങ്ങൾക്ക് സാർ എന്നാ ക്ലാസ് എടുക്കുന്നത് എന്ന് ചോദിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണോ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നത് അത് വിദ്യാർത്ഥികളുടെ നന്മയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. എന്നാണോ നമുക്ക് ടീച്ചിങ് പ്രൊഫഷൻ അല്ലെങ്കിൽ ടീച്ചിങ് എന്നുള്ള ധർമ്മം, അതൊരു മാൻ മേക്കിംഗ് ആണ്, നേഷൻ ബിൽഡിംഗ് ആണ്, അത് വിരസമായിട്ട് തോന്നുന്നത്, അതിൽ താല്പര്യമില്ലാതെ വരുന്നത്, അന്ന് രാജിവെച്ച് പോയേക്കണം. മറ്റേത് പ്രൊഫഷനും പോലെ അധ്യാപക വൃത്തി നന്മ നിറഞ്ഞ രീതിയിലാവണം. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശ്രീ നരേന്ദ്രമോദി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് കേട്ടു. ഇന്നലെ ടൈംസ് നൗവിലും ഹെഡ്ലൈൻസ് ടുഡേയിലും വാർത്ത കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പല സ്കൂളുകാരും ശക്തമായിട്ട് ഇതിനെ എതിർക്കുമെന്നാണ്. പല സ്കൂളുകളിലും ആ വാർത്ത പ്രകാരം കണ്ടത് സ്റ്റുഡൻസ് പുറത്തുനിന്ന് TV കൊണ്ടുവരുന്നു, ഡിഷ് ആന്റിന വെക്കുന്നു, അവര് അടുത്ത വീട്ടിൽ നിന്ന് ഡിഷ് ആന്റിന വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടി വിദ്യാർത്ഥികൾ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസിലാണെന്നാണ് കണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് പൊളിറ്റിക്സ് ചേർക്കാതെ
ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഓർമ്മിക്കുക 127 ഇന്റർനാഷണൽ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള സംഘടനയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ചെയർമാനോ ആണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അത് വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അന്തർദേശീയമായിട്ട് എക്കണോമിക്സിൽ PhD ഉള്ള ആളാണ്. അദ്ദേഹമാണ് ക്ലാസ് എടുക്കുന്നത് എങ്കിൽ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ ആയതുകൊണ്ട് കേൾക്കരുത് എന്ന ധാരണ മാറ്റണം. ഏത് നല്ല വ്യക്തിയാണെങ്കിലും വിരോധമില്ല. അവർ നല്ലവരാണ്, നല്ല സന്ദേശം കൊടുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിലേക്ക് വിളിച്ച് ക്ലാസ് എടുപ്പിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിറവറ സോർട്ടെക്സ് റൈസ് എന്നൊരു കമ്പനിയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കർണനാണ്. കർണന് 2ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസമുള്ളൂ. 2ാം ക്ലാസ് തന്നെ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. നെൽപ്പാടത്ത് വയലിൽ പണിയെടുത്തിരുന്ന ആള് സ്വന്തം പരിശ്രമം കൊണ്ടാണ് ഇങ്ങനെയായി മാറിയത്. അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണം. PhDയോ MSCയോ ഉള്ളവരെ കൊണ്ടല്ല ക്ലാസ് എടുപ്പിക്കേണ്ടത്, അവരെ കൊണ്ട് എടുപ്പിക്കാം. പക്ഷേ വിദ്യാഭ്യാസമില്ല, പക്ഷേ ജീവിത പരിചയമുള്ളവര്, അത് ആരായാലും പൊസിഷൻ വൈസും ക്ലാസ് എടുപ്പിക്കാം, നോളജ് വൈസും ക്ലാസ് എടുപ്പിക്കാം, എക്സ്പീരിയൻസ് വൈസും ക്ലാസ് എടുപ്പിക്കാം. അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഇടതുപക്ഷോ വലതുപക്ഷോ മധ്യപക്ഷോ ഒന്നും നോക്കാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ലഭിക്കാനുള്ള ഒരു നല്ല വീക്ഷണമാണ്, അറിവാണ്. അറിവുള്ളവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക. പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ, പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ, മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇവരുടെ എല്ലാവരുടെയും ക്ലാസ് കേൾക്കാനുള്ള സംവിധാനം എല്ലാ മാസവും ഉണ്ടാവണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. അതിനിടയ്ക്ക് രാഷ്ട്രീയമോ സങ്കുചിത ചിന്താധാരകളോ ചേർക്കാതെ ഇന്ന് നിങ്ങൾക്ക് ആ ക്ലാസ് കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ കേൾക്കാം, വീഡിയോയിലൂടെയോ റെക്കോർഡ് ചെയ്തിട്ടോ കേൾക്കാം. അല്ലാതെ ലൈവായിട്ട് നേരിട്ട് കേൾക്കണമെങ്കിൽ സാധിക്കില്ല. അതുകൊണ്ട് കേൾക്കണമെന്ന് താല്പര്യമുള്ളവർ കേൾക്കുക. അതല്ല അതിൽ തിന്മ കാണാനുള്ളവർക്ക് കേൾപ്പിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ കണ്ടന്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല ഒരു ടീച്ചർ, നല്ല ഒരു വിഭാഗം വിദ്യാർത്ഥികളെ നന്മ നിറഞ്ഞ വഴിയിലേക്ക് കൊണ്ടുപോകലും മാത്രം. അതേപോലെ തിന്മ നിറഞ്ഞ വിദ്യാർത്ഥികളെയും നന്മയിലേക്ക് കൊണ്ടുപോവുക. ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്കും, ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്കും അവരെ ഉയർത്തുക. അവരെ തിന്മയിൽ നിന്ന് നന്മയിലേക്കും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുമുള്ള പ്രയാണമാവട്ടെ. പഠിപ്പിക്കുക, അധ്യാപനം എന്നുള്ളത് കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഈ അധ്യാപക ദിനത്തിൽ നിറഞ്ഞ ഹൃദയത്തോടുകൂടി എൻ്റെ പ്രാർത്ഥന, നമസ്കാരം, പ്രണാമം.